കിടന്ന ഭാഗോ നമുക്കതിങ്ങനെ ആള് കൊണ്ടേ പിടിച്ച് കിടത്തിയ മാതിരി. രണ്ട് സൈഡും കല്ല, അങ്ങോട്ട് കയറിയാൽ കല്ലുമ്പ് കിടക്കും, ഇങ്ങോട്ട് കയറിയാലും കല്ലുമ്പ് കിടക്കും. ശരിക്കും വണ്ടീന് വന്ന് ഇങ്ങനെ കയറ്റിയാൽ എനിക്ക് പൊക്കിയാണ് വെച്ചാൽ അങ്ങനെ സൗകര്യത്തിലാണ് കണ്ടേക്കോട്ട് തലയും വെച്ചിട്ട്. കയ്യുമ്പിൽ പിടിച്ചിട്ട് കൈ വിടണില്ലാണ്. ഞാൻ ഈ തുണിക്കൈ എങ്ങനെ പിടിച്ച ആരോഗ്യം, എൻ്റെ ഒരു ഡബിൾ ആരോഗ്യം കൊടുത്തിട്ട് അപ്പൊ കൈയാണ് മലച്ചുവാണ്, കൈയാണ് തളർന്നു. അതോടുകൂടെ ജീവനാ പോയാണ്. കിടന്ന ഭാഗോ നമുക്കതിങ്ങനെ ആള് കൊണ്ടേ പിടിച്ച് കിടത്തിയ മാതിരി. രണ്ട് സൈഡും കല്ല, അങ്ങോട്ട് കയറിയാൽ കല്ലുമ്പ് കിടക്കും, ഇങ്ങോട്ട് കയറിയാലും കല്ലുമ്പ് കിടക്കും. ശരിക്കും വണ്ടീന് വന്ന് ഇങ്ങനെ കയറ്റിയാൽ എനിക്ക് പൊക്കിയാണ് വെച്ചാൽ അങ്ങനെ സൗകര്യത്തിലാണ് കണ്ടേക്കോട്ട് തലയും വെച്ചിട്ട് ആ മരത്തിൻ്റെ കൊണ്ട് കിടന്നത്. ഒരു ഭാഗ്യമരണം. മനുഷ്യൻ അങ്ങനെ മരിക്കില്ല, അങ്ങനെ ഭാഗ്യമായിട്ട് മരിക്കുകയാണ്. മനസ്സിലായില്ലേ? സന്തോഷമായിട്ട് മരിച്ചു പോവുകയാണ്. മരിക്കുമ്പോൾ 85 വയസ്സാണ്. എത്ര വർഷം ശരിക്കും നാരായണൻ എത്ര വർഷം താമസിച്ചിട്ടുണ്ട്? 97 മുതൽ 2014 വരെ താമസം. 2014 ജനുവരി 9 ചേരുന്നു. 9 വെളുപ്പിന് 4 മണിക്ക്. അത്യാവശ്യം പ്രായമായിട്ട് തന്നെ പോയത്. പ്രായമുള്ള ആനയായിരിക്കും കുറച്ച് സ്പെഷ്യലിസ്റ്റ് ആയിട്ട്. കഴിഞ്ഞിട്ട് ഇപ്പൊ ചെമ്മണ്ണൂർ സൂര്യനാരായണൻ, അതും പ്രായമുള്ള, വിജയലക്ഷ്മി, അതും പ്രായമുള്ള, തോളൂര് വിജയലക്ഷ്മി, അതും പ്രായമായിട്ടുള്ള. എൻ്റെ വേറെ ആള് വാങ്ങിച്ചത് എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പൊ എൻ്റെ ആന പോലെ തോളൂര് വിജയലക്ഷ്മി. അതിന്റെ പരിപാടിയും കാര്യമൊക്കെ 10-60 വയസ്സായിട്ടുണ്ട്. നല്ലവൾക്ക് പ്രായം തോന്നിക്കില്ല. ആ മുടിയൊക്കെ നല്ലോണം വന്ന് പിടിച്ചു. രണ്ടിനും അതെ, മറ്റേനും. ഞാനൊരു ആൻ്റെ എന്ന ആനയുടെ രീതികൾ മനസ്സിലാക്കിയിട്ട് ഏതൊരാളുടെ അടുത്താണെങ്കിലും ഞാൻ പോവില്ല. ആ രീതി അനുസരിച്ചിട്ടാണ് ഞാൻ പോവുള്ളൂ, അത് വിജയിക്കുള്ളൂ. അത് ഞാൻ പറയുന്നതിന് മാതിരിയാണെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇല്ല കേട്ടോ. അത് പറയും. ഇപ്പൊ ഈ ആന എന്നോട് നിങ്ങൾ അവിടെ നിർത്തിയാലുള്ള ഉടമസ്ഥൻ കുറെ കിണിഞ്ഞു നോക്കി. അത് ശരിയാവില്ല, ഞാനൊന്നുമില്ല അവിടെ, നിങ്ങൾ ആരായിട്ട് വേണേക്കോളൂ, എന്റെ ചെന്ന് ഞാനില്ല, എനിക്ക് അങ്ങനെ വേണ്ട. ഇന്നിപ്പോ എനിക്ക് ദയവായിച്ചിട്ട് നിങ്ങളൊക്കെ മന്ത്രിണ്ടെങ്കിൽ എനിക്ക് 1 കിലോ അരിക്കും എവിടെയും കാശിന് പോകണ്ട, എൻ്റെ വീട്ടിൽ വരും എൻ്റെ പൈസ. പിന്നെന്തിനാ ഞാൻ കേട്ടോ പറഞ്ഞു. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ആ തിരുമേനി അങ്ങനെ വന്ന് പെട്ടു. അദ്ദേഹത്തിനോടൊന്നും പറയാൻ പറ്റാത്തൊരു ആന. നല്ല സൗഹൃദല്ലേ? അയ്യോ, പോവാൻ സമ്മതിക്കില്ല. അത് എവിടേക്ക് പോവാണ്. ഇന്നലെ ഒന്ന് പോട്ടെ പറഞ്ഞു. പോണേന് വരുമൊന്നുമില്ല, വേഗം വന്നോളൂ കേട്ടോ. ഇപ്പൊ 2 പ്രാവശ്യം വിളിച്ചോണ്ടിരുന്നു. ഇപ്പൊ പ്രായമായിട്ടും ചേട്ടന്റെ ഇപ്പൊ ഒത്തിരി പ്രായമായിട്ടും ആനയ്ക്ക് നിൽക്കണു എന്ന് പറയുമ്പോ വീട്ടുകാരൊക്കെ അതിന് പിള്ളേര് നിൽക്കുന്നവരും കൂട്ടുകയാണ്. പിള്ളേര് കാണാൻ ഇവിടെ വരെ ചെയ്യുന്നത്. ഇപ്പൊ മോളൊരാള് വീട്ടിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഈ നീലകണ്ഠൻ ആനനെ നന്നാക്കി നല്ല വൃത്തിയിലാക്കി നല്ല ഭംഗിയിലാക്കി. ഞാനല്ല 3 മാസം തീമരും. ഞാനല്ല വേറൊരുത്തനാണെങ്കിൽ ഞാൻ കണ്ടമാനം കാശ് നട്ടം ചെയ്യാനുള്ളത് തന്നെ. നേരുന്ന സമയത്താണ് അഴിച്ചോണ്ട് കൊണ്ട് നിൽക്കുന്നത്. 9 തീയതി പരിപാടി ആയിട്ടാണ്. 9 തീയതി കാലത്ത് ഞാൻ 9 തീയതി കാലത്ത് വന്നപ്പോ എന്നോടാണൊന്നും ചെയ്യണില്ല. ഒലിക്കാത്തൊരു ആനയല്ല, എന്താ രൂപം എനിക്കും അറിയില്ല. അപ്പോ വണ്ടിക്കാരനും വന്നിട്ടുണ്ട്. അവർ അമ്പലത്തിൽ അന്ന് തിരുമേനി ഉണ്ടായി. വോട്ട് കഴിഞ്ഞ് വന്നതാണ്. എന്നെ കണ്ട വഴിയെ ചിരിച്ചിട്ട് വോട്ട് കഴിഞ്ഞ് വന്നു, വോട്ട് ഇതിൽ ചോദിച്ചു. അപ്പൊ ഞാൻ വിരല് കാണിച്ചു കൊടുത്തു. അപ്പൊ എപ്പോഴാ പോണേന്നാ ചോദിച്ചത്. 9 തീയതി വൈകുന്നേരം ആണ് അവിടേക്ക് എത്തണം, 10-ാം തീയതി പരിപാടിയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു. അപ്പൊ തീർച്ചയായും എന്താ ചെയ്തു, ഒന്നുമല്ല, പോണ കാര്യം ചെറിയ ആലോചനയാണ്. അപ്പൊ അദ്ദേഹം വിചാരിച്ചത് എനിക്ക് വല്ല സുഖല്യാതായിട്ട്. അതൊന്നല്ല, എന്താ വെച്ചാൽ പറഞ്ഞോളൂ പറഞ്ഞു. അന്തരീക്ഷം എന്തൊരു മോശമായിട്ടാ കാണുന്നത്. ആനയുടെ മുഖം കണ്ണൊക്കെ മാറിയുണ്ട്, പഴപ്പറൊക്കെ മിനുസം വന്നിട്ടുണ്ടാകുന്നുണ്ട്, കണപ്പാട് ഭാഗമൊക്കെ. അപ്പൊ മറുപടി വന്നത് ആശാന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. അപ്പൊ എനിക്ക് 2 ഇതാ പോയത്. അങ്ങനെ പോണ്ടാന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാനത് അതാണ് ആള് വിചാരിച്ച് ചോദിച്ചത്. എന്താ ഒന്നുമില്ല പറഞ്ഞു. പിന്നെ എന്തായാലും അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് അഭിപ്രായം, പുതിയൊരാളെ ആന വാങ്ങിച്ചതാ, ദൈവമേ ഞാൻ പോണ്ട പറഞ്ഞപ്പോ ആൾക്ക് വല്ല വിഷമമായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വല്ല വിഷമമായിട്ടാണോ അങ്ങനെ മറുപടി തന്നത്? അല്ല, എനിക്ക് അതിനെപ്പറ്റി രീതികൾ എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് ആശാന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഇന്ന് ഞാൻ പറഞ്ഞു, ആനെ നീ പുറത്തേക്ക് കൊണ്ടുപോകണില്ല, ആനെ കെട്ടാനുള്ള ബന്ധോസൊക്കെയുള്ള സൗകര്യങ്ങൾ എന്താ വെച്ചാൽ ചെയ്യുക. അപ്പൊ ആശാൻ എന്താ വെച്ചാൽ ചെയ്തോളൂ. അങ്ങനെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ട് തണുപ്പിക്കാനുള്ള ചെറുപയർ, ഉള്ളി, മറ്റുള്ള എല്ലാ സാധനങ്ങളും അദ്ദേഹം എടുത്ത ഒരാൾ തന്നെ അമ്പലത്തിൽ ഏൽപ്പിച്ചു. ശശിയുടെ മോനോട് ബെൽറ്റും ചങ്ങലയും പറഞ്ഞിട്ടുണ്ട്. ചങ്ങലയില്ല, ചങ്ങല 10 അടിയിലെ ആ ചങ്ങല മാത്രമേ. പിന്നെ ഇരുമ്പ് അല്ല ഇതുള്ള സ്റ്റീലുള്ള അത് കെട്ടാൻ പറ്റില്ല.
അപ്പോൾ 2 ബെൽറ്റ് കയറ്, ഈ കയറുമ്പ് കെട്ടിയ രൂപം എന്താ വരിക എന്നുള്ളത് അറിയില്ല. അതിൻ്റെ അംഗം എന്താണെന്ന് എനിക്കറിയില്ല, കണ്ടിട്ടില്ല നമ്മളിതിൻ്റെ രൂപം. വന്നോടത്ത് കാണാം. ഇനിയിപ്പോൾ അഥവാ കയറുമ്പെന്ന് പോയാലും ആനപ്പോൾ ഒന്നും കളയാനൊന്നുമില്ല, ഇതൊന്നും തള്ളി കളയില്ല. ആണ് എൻ്റെ മനസ്സിൽ തോന്നി. കയറുമ്പ് കെട്ടി ഈ നേരം വരെ യാതൊരു കുഴപ്പവും ആ കയറുമ്പ് കൊണ്ട് അംഗം വെട്ടാൻ വന്നിട്ടില്ല. ഒരു ദിവസം ഞങ്ങളെ കൊമ്പിലൊന്ന് കോരി വയ്ക്കുകയാണ്. എന്താ കാണിക്കണ വെച്ചപ്പോൾ അവിടെ വെച്ചു. അയ്യോ ഭയങ്കര കൊമ്പിന് കോരലാണ്. അപ്പോൾ കല്ലം കൊമ്പിന് വഴയൊന്നും വന്നില്ല, കയറ് കാരണം ഒരാളെ ഇടയും കൊടുത്തിട്ടില്ല. അതിന് ഞാൻ 24 മണിക്കൂറും ഇവിടെ ഉണ്ടേ, കള്ളുടിക്കലും കൂടി ഇവിടെ വെച്ചിട്ടാ. പിന്നെന്താ അവന് എവിടേക്കാ പോണ്? ഒന്നിനും പോകേണ്ട ആവശ്യമില്ല. ചായക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകും, ഇവിടേക്ക് എവിടെയും പോവില്ല. ഈ ആന കെട്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയിന് ആകെ 4 ദിവസം, 4 പ്രാവശ്യം. ഇപ്പം കുട്ടികൾ ഇവിടെ വരിക ചെയ്ത്. അപ്പോൾ അവൻ്റെ രീതിക്കനുസരിച്ച് എങ്ങനെ എപ്പോഴും തിന്നാൻ കൊടുക്കും, എപ്പോഴും വരുമ്പോൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. 2 പ്രാവശ്യം എന്നെ ചാടിച്ചു കേട്ടോ. ഒരു പ്രാവശ്യം വെള്ളം കൊടുത്തപ്പോൾ ചെമ്പെടുത്ത് കുത്തി കളഞ്ഞു, വെള്ളം കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ 2 പ്രാവശ്യം ചാടി, തിരുമേനി വെക്കുമ്പോൾ ചാടി കുത്തിയില്ല. അപ്പം ഞാൻ അവിടെ പോയിരിക്കും, ഒന്നും മിണ്ടാൻ പോയില്ല. കുറേ കഴിഞ്ഞ് അങ്ങേപ്പുറത്തൂടെ പോകും. അപ്പോൾ ആനത് മറന്നിട്ടുണ്ടാവും. അപ്പോഴും ആന സുസു എന്നൊക്കെ പറയും കേട്ടോ. ആന മറക്കില്ല ആന. അങ്ങനെ ഈ നേരം വരെ അതേപോലെ ഉണ്ടായുള്ളൂ. അവൻ്റെ ഇഷ്ടത്തിനാണ് കൂടുകയാണ്. ഇനിയിപ്പോൾ നാളെ ഇരുത്തണം, എന്തെങ്കിലും അംഗം വെട്ടുകയാണെങ്കിൽ തിരുമേനോട് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരരുത് എന്ന്. അപ്പോൾ നല്ല നിലയിലാണെങ്കിൽ ഒന്നും ചെയ്യില്ല. വെള്ളം അടിച്ചിട്ട് വെള്ളം കൊടുക്കൽ കഴിഞ്ഞിട്ട് നാളെ അഴിക്കും. നാളെ ഒലിവ് അന്തസ്സായിട്ട് കഴിഞ്ഞു. 3 മാസം തിമർ ഒലിച്ചു, നല്ല മൂത്രവാർച്ചയും നല്ല ഒലിവും എല്ലാം കൊടുക്കലും കഴിക്കാനൊന്നും ഒരു കുഴപ്പമില്ല. നല്ല രീതിയിലായി. അത് ആയസോട് കൂടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് വഹിക്കുന്നിടത്തോളം കാലം അവനെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരും. ഇവിടെ എങ്ങനെയായിരുന്നു തോന്നുന്നത്, ഈ ഒറ്റച്ചാട്ടത്തിൻ്റെ ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. വയ്യാതെ ആകുമ്പോൾ ഒന്നും അങ്ങേപ്പുറത്ത് പോയി ഇരിക്കാൻ പറ്റില്ല. അതിങ്ങി കുറച്ചൊരുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത നേരിലേക്കൊക്കെ ആകുമ്പോൾ ആവുമെന്ന് വിചാരിക്കും. അതിനൊക്കെ ഈ 9.5 ഉള്ളവരാണ്, നല്ല 10 തികച്ചുള്ളവരില്ലേ. അപ്പോഴേക്കും എന്തെങ്കിലും ഒരു കാരണം പറയും. എല്ലാം പറഞ്ഞു തന്നാലും പറയും എന്തെങ്കിലും ഒരു കാരണം. ആശാ മൂത്രമൊഴിച്ച് പറയും. സത്യം പറയണം, ഞാൻ ഈ നുണ അറിയാൻ പോവില്ല. നല്ല നിലയിൽ നിർത്തിയ 2 ആളെ നിർത്തി, എല്ലാം സമ്മതിച്ചുള്ളതാ. ഞാൻ തല്ലുവിടാനും പോയിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്കുള്ള വരുമാനം മുഴുവൻ എനിക്ക് തരുമോ? നമുക്കൊരു അർഹത. നമ്മുടെ വീട്ടിൽ നിന്ന് 2000 രൂപ ചെലവുണ്ടെങ്കിൽ 2000 തന്നോളണമെന്നുണ്ടോ? എനിക്ക് 500 വെച്ചാൽ 500 കൊണ്ട് എൻ്റെ വീട്ടിലെ ചെലവ് നടത്തണം. ഇപ്പൊ ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു, അവന് നല്ല ചെറുപ്പം ചെക്കൻ, അവനൊരു 50 ആന കയറിയവനാ, ചെറുപ്പം ചെക്കനാണ്. നല്ല നിലയിൽ നിന്ന് അവനോട് ഞാൻ പറഞ്ഞു, നീ നല്ല നിലയിൽ നിന്ന് എനിക്ക് മര്യാദ ചെലവും ശമ്പളം തരുന്നുണ്ട്. ആനയെ ഭംഗിയാക്കി നോക്ക്. എന്നെ നിങ്ങൾക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരു ചായ കൊടുന്നെന്നാൽ മതി, അല്ല കള്ളുപിടിച്ച് വീണ എടുത്തുകൊണ്ടൊന്നും വേണ്ട. ആൻ്റെ കാര്യം നോക്കണം പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പൊടിക്ക് ഞാൻ സമ്മതിക്കില്ല. ആ നേരത്തെ സമയത്ത് ഉണ്ടാവുക തന്നെ വേണം. അവൻ ഫോൺ ചെയ്യുമ്പോൾ അവന് എപ്പോൾ 24 മണിക്കൂർ ഇത് കുത്തുമ്പോൾ പറയും ഇത് നിർത്താവുള്ള കുറച്ച് നേരം, എന്നിട്ട് അതിൻ്റെ കാര്യം നോക്കുക പറയും. ആയിക്കോട്ടെ ചെയ്തോട്ടെ, എന്നാലും ഒരു ബോധം വേണം. പണിയെന്നുള്ളിടത്തേക്ക് ഒരു ബോധം വേണം. വേണോ? എൻ്റെ ചെറുപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വയസ്സിലേക്കായത്. ഞങ്ങൾ പണി പഠിച്ച കാലം വെച്ചാൽ ഇവർ ഉറക്കത്തിൽ ഞെട്ടിപ്പോവും. മുണ്ടും കൂടി എടുക്കാതെ ഓടിപ്പോകും ഇവർ. എത്ര തല്ലുകൊണ്ടുണ്ട് അറിയുക. തന്നെ ഇന്നലെ ഞാൻ പോയിട്ടുണ്ട്, ആശാനെ എല്ലാം ദാനിച്ചിട്ട് വരും ചെയ്തത്. ഫോട്ടോ ഇരിക്കണ്ടോ മരത്തുനിന്ന്. അതിനൊരു കുരുത്തക്കേടും എനിക്കില്ല. ഇപ്പം എന്താ വെച്ചാൽ വീട്ടിൽ ആളില്ലാത്തൊരു ചെറിയ വിഷമേ ഉള്ളൂ. വീട് കൂട്ടിയിട്ട് പോരുന്ന ആര് സംഘം. എന്നാലും നമ്മുടെ വീട് പാഴാക്കാൻ പറ്റും കുട്ടി. ഇപ്പൊ ബാലകൃഷ്ണേട്ടാ, ഇപ്പൊ തൃശ്ശൂര് രാജസ്വാമി ഇപ്പൊ നമ്മളെ വിട്ട് പോയി. രാജസ്വാമിയായിട്ടുള്ള ബന്ധം എത്ര നാളായിട്ടുണ്ടാവും? രാജസ്വാമിയുള്ള ബന്ധം ഒരു 47 കൊല്ലം മുതൽ. 47 രാജസ്വാമി തൃശ്ശൂരിന്റെ ഇപ്പോഴത്തെ ഈ 77. അയ്യോ 77 പെട്ടെന്ന് തെറ്റുപറ്റില്ല. അല്ല, ഇപ്പോഴത്തെ പാട്ടക്കാരുടെ ഒക്കെ ഒരു എല്ലാത്തിൻ്റെ ഒരു പഴയ ഒരാളാണ്. അയാൾ അച്ചാച്ചനായിട്ട് ഗണവീരായിട്ട് പഴയത് ഇല്ല. അങ്ങൊരു പ്രായമായി വയ്യാതെ വന്നപ്പോൾ മരിച്ചപ്പോൾ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അമ്മയ്ക്കും രാജുവിൻ്റെ അച്ഛനും. പിന്നെ രാജു പഠിക്കലോ കഴിഞ്ഞ ഒരു പ്രായം വന്നപ്പോൾ രാജസ്വാമിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെ അമ്മ മേൽനോട്ടം എല്ലാ കാര്യങ്ങളും രാജുവും ശങ്കരൻകുട്ടിയായിരുന്നു കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുവരുന്നില്ല. ഏത് തൃശ്ശൂർ ജില്ലയിൽ ഏത് ആന ഉണ്ടെങ്കിലും സ്വാമിയുടെ അടുത്ത് വന്നിട്ടാണ് പരിപാടിക്ക് പോകുള്ളൂ. അന്ന് പോകണമൊക്കെ വളരെ ദുർലഭമല്ല. എന്നാലും സ്വാമിയുടെ അവിടെ പോകണുണ്ട്. സ്വാമി വിളിക്കും.
അവിടെ ഇരുന്നാൽ മതി. അത് മരിക്കുന്നത് വരെയും ഏതൊരു ആനയ്ക്കും അയാൾ ഇരുന്ന് അവിടെ ഇരുന്ന് കറക്കുക. നമ്മളോട് 2 ലക്ഷം പറഞ്ഞാൽ അയാൾക്ക് അത് 1.5 കൊടുക്കും, നേരിട്ട് കൊടുക്കും. പൈസയ്ക്ക് യാതൊരു കുറവുമില്ല. അത് പൈസ ആ സമയത്ത് ഇന്നല്ലെങ്കിലും നാളെ പൈസ അവിടെ അക്കൗണ്ടിൽ ചെല്ലും. മാറി ഏത് ഏജൻറ്റുകളും എഴുതി തരില്ല, സ്ലിപ്പ് എഴുതി തരില്ല, പോണ്ട വഴി ലെറ്റർ പേഡ് ഉണ്ട്, അതിൽ എഴുതി തരും. അന്ന് ഇങ്ങനെ വഴി കിടന്ന് പോവല്ല, എല്ലാവർക്കും വഴി കാണാൻ അറിയുകയോ പിടിക്കുകയൊന്നുമില്ല. ചോദിച്ചു പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ട്രെയിനിങ്ങിലും വരുമ്പോൾ എൻ്റെ സ്വഭാവം വെച്ചാൽ എല്ലാ ട്രെയിനിങ്ങിലും വരുമ്പോഴും ഞാൻ വഴി ചോദിച്ചു നടന്നു പോകുമ്പോൾ ഈ വഴിക്ക് പോയി. പിന്നെ ഞാൻ അതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് പോയി, പിന്നെ മരിച്ചിട്ട് അറിഞ്ഞ വഴി ഞാൻ പോയി കാണാൻ പോയി. നല്ല ബന്ധമായിരുന്നു, നല്ല സ്നേഹമുള്ളതും എനിക്ക് നല്ല ഉണ്ടായിരുന്നു. എറണാകുളത്ത് ഞാൻ പോകുന്നതിൻ്റെ ശേഷം എന്നെ വീണ്ടും അയാൾ അവിടേക്ക് പോകാൻ വേണ്ടി വിളിച്ചു. ഞാൻ പറഞ്ഞാൽ ഇല്ല, അല്ലല്ലേ ആളായിട്ടൊന്നല്ല, കുട്ടനാട് സാർ എന്നെ കൊണ്ടുപോയത് ആളായിട്ടൊന്നല്ല. ആള് പാറമേക്കാവിലേക്ക് പറഞ്ഞു എന്നോട്. അങ്ങനെ അന്ന് രാമമേനും ഇരിഞ്ഞാലക്കുടക്കാരൻ രാമമേനും മാനേജർ ബാലകൃഷ്ണ പാറമേക്കാവിൽ നാരായണാനേക്ക് ഒരാൾ വേണം, ഞാൻ തന്നെയാണ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്, എങ്ങനെയായാലും പോകണം പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ആന ഉണ്ടല്ലോ, ഞാൻ എങ്ങനെ പോവുകയായിരുന്നു, താൻ അവിടേക്ക് പോകണം പറഞ്ഞു. അന്ന് ഞാൻ ഇവിടെ പേരാങ്കുളത്തേക്ക് അപകടം പറ്റിയിട്ട് വേണ്ടാതെ ഇരിക്കുന്ന സമയമായിരുന്നു. എന്നാലും എൻ്റെ ഒരു ബാലേട്ടൻ്റെ ഇതിലൊരു ആന എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ പണിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ബാലേട്ടൻ പറഞ്ഞു എൻ്റെ പേരിൽ ആന കിടക്കണം, ഈ പോയി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ പിന്നെ മുഖം മുറിയാൻ പറ്റില്ലെന്നും പറഞ്ഞിട്ട് പാറമേക്കാവിലേക്ക് നവംബർ 1-ാം തീയതി പോയിട്ട് ആനയെ ചാർജ് എടുത്തു. തെച്ചിക്കോട്ടാവാനെ ഇപ്പോൾ ഇടക്കുന്നിവായാലും അവർ മേടിച്ചിട്ട് സ്വാമിക്ക് കൊടുക്കും. അല്ല, അവർ 2 കൂട്ടരും ഷെയറായിട്ട് കൊടുക്കുന്നതാണ്. എന്നിട്ട് അതിന് ഇടക്കുന്നിവാരർക്ക് വേണ്ട പറഞ്ഞു. അവർക്ക് അന്ന് വേറെ ആന രാജേന്ദ്രനൊക്കെ ഉണ്ടല്ലോ, വലിയ ആന ഉണ്ടല്ലോ, വേറെ ഉണ്ട്. പിന്നെ കുട്ടീഷ്ണാനും ഇവരൊക്കെ ഉള്ളൊരു കാലഘട്ടമല്ലേ. അപ്പോൾ രാജസ്വാമി നിർത്തിയാണ്. അങ്ങനെ ഇരുന്നപ്പോഴേക്കാണ് പേരാമൂലത്തേക്ക് ഇവർക്ക് ഒരു ചെറിയ അഭിപ്രായം, ഒരു ആന വേണം പിടിക്കണം എന്നൊരു അഭിപ്രായം വന്നു. അപ്പോൾ സ്വാമി കൊടുക്കാൻ കുറച്ച് പിന്നോക്കമൊക്കെ പറഞ്ഞു. അപ്പോൾ രാജുവിൻ്റെ അച്ഛൻ സ്വാമി പറഞ്ഞു, രാജു അമ്പലത്തിലേക്കല്ലേ കുട്ടനാട് പറഞ്ഞതല്ലേ, എന്നാൽ അവർക്ക് കൊടുക്കാനാണ് തീരുമാനിക്കുക പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാനായിട്ട്. പേരാമൂലത്ത് കൊടുത്തിട്ട് കൈമാറ്റം ചെയ്യുന്ന സമയത്താണ്, അന്നാണ് ഇന്ദിരാഗാന്ധി മരിച്ചത്. കൈമാറ്റം. അപ്പോൾ ആന അതിൻ്റെ മുമ്പ് ഇവിടെ സ്വാമിയുടെ അവിടെ ചെലവ് കഴിച്ച് കൊടുക്കാൻ പഠിച്ചിട്ട് സ്വാമി ആന പേരാമൂലത്തേക്ക് പോയിട്ടുണ്ട്. അന്നാണ് പൈസയും കൊണ്ട് വന്ന് കൈമാറ്റത്തിനുള്ള പൈസയും കൊണ്ട് വന്നു. അന്ന് കുട്ടിരാമൻ സാറും ഇവരും കൂടി വന്ന സമയത്താണ് രാജസ്വാമിയുടെ അച്ഛൻ പറഞ്ഞു, കുട്ടിരാമനാരെ ഇന്നത്തെ ദിവസം അറിയില്ലേ, എന്നാൽ അത് മോശമല്ലേ, ഇന്ന് കൈമാറ്റം വേണ്ട പറഞ്ഞു. ഇവർ 10 മണിക്ക് വന്നിട്ട് അങ്ങനെ 62 രൂപയ്ക്ക് അന്ന് കച്ചവടം. റെഡി ക്യാഷ് കൊടുക്കുന്നത് 20 രൂപ, 22 രൂപ. പിന്നെ ആന എഴുന്നള്ളിച്ചിട്ടും അവർ കുറേശ്ശെ അടച്ചിട്ട് എടുക്കുന്നത്. അതായത് പഴയ കമ്മിറ്റി മാറുന്നത് വരെ സ്വാമിയുടെ എഴുന്നള്ളിപ്പിന് ആന പോകുള്ളൂ, മാറുന്നത് വരെ. സ്വാമി എവിടേക്കാണ് പറഞ്ഞു വെച്ചാൽ അതിന് പോകുക, അതിന് എത്ര പൈസ എന്നില്ല, സ്വാമി നിശ്ചയിക്കുന്ന പൈസയാണ് ദേവസ്വയ്ക്ക് കൊടുക്കുകയുള്ളൂ. അവിടുത്തെ പൂരങ്ങൾക്ക് ആനയും വിട്ടു കൊടുക്കും. അതായത് പഴയ കുട്ടരാമൻ സാറും ഇവരൊക്കെ മാറുന്നത് വരാൻ അവരുടെ കറവപ്പിൽ സ്വാമിക്ക് തന്നെ പോയിരുന്നത്. പിന്നെ കാശായപ്പോൾ കമ്മിറ്റി മാറി, അപ്പോൾ പിന്നെ അവർ ഓരോ ചേഞ്ചുകളായി ഒക്കെ ആയി. പിന്നെ ആന വലുപ്പത്തിൽ അന്തസ്സിൽ വന്ന് കേണായുടെ സെയിൽസ് കൊണ്ടാണ് ആന പവറിൽ കയറിയത്. 6 കൊല്ലാണ് കേണായുടെ സെയിൽസ് ഉണ്ടായി. ഞാനായിരുന്നു ഒന്നാണ് സാർ. അയാൾ എന്താ പറഞ്ഞു വെച്ചാൽ അത് കുട്ടനാട് സാറ് മരുന്നുണ്ടാക്കും, അവിടെ നിന്നിട്ട് മരുന്നുണ്ടാക്കും. എന്താ കൊടുക്കാൻ പറഞ്ഞു വെച്ചാൽ കൊടുക്കും. കേച്ചേരി പോയിട്ട് ദിവസം ഓരോ ആടിൻ്റെ ഓരോ ഭാഗം മേടിക്കും. എന്നിട്ട് ഇവിടെ കാഞ്ഞിരപ്പറമ്പാണ് അന്ന് അവിടെ കുളത്തിൻ്റെ മേപ്പുറത്ത് അവിടെ കെട്ടും. എന്നിട്ട് ആ പറമ്പിലിട്ട് ഇടിച്ച് ശരിയാക്കിയിട്ട് അവിടെ വെച്ചിട്ട് മരുന്നുണ്ടാക്കും. ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ലല്ലോ, ചോറ് കൂടെ വെച്ചുണ്ടാക്കും. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്തിരുന്നിട്ട് മരുന്നുണ്ടാക്കി പിടിച്ചിരുന്ന ഇരിഞ്ഞാലക്കുട ഉത്സവം കഴിഞ്ഞ് പോയാൽ വലിയ പഴയ ചെമ്പില്ലേ, സാധൻ ചെമ്പ്, അതിൽ കഷായം ഉണ്ടാക്കുക. അങ്ങനെ ചെല്ലുമ്പോഴേക്കും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇരയ്ക്ക് ഗുളിക കൊടുക്കും, പണിക്കാരെ കൊടുക്കും, നോക്കിച്ചിട്ട് മരുന്ന് കൊടുക്കാൻ തുടങ്ങും. അയാൾ കമ്മിറ്റി മാറിലും പോയതിൻ്റെ ദിവസം അതിന് അതേപോലെ മരുന്ന് പലതും കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വയറ്റ് പറ്റാനുള്ളത് കൊടുത്തിട്ടില്ല. മരുന്ന് കൊടുക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആനയുടെ വയറ്റിലേക്ക് ചെല്ലൽ വളരെ കുറവാണ് നാട്ടിൽ. ആ ഒരു പവറാണ് ഇന്ന് ആനയ്ക്ക്. അന്ന് ആനയ്ക്കൊരു ഭയപ്പാടേ ഉള്ളൂ, ഒരു കണ്ണില്ല. അതുകൊണ്ട് ഞാൻ കയ്യിൽ നിന്ന് പോവുകയാണ്. പക്ഷെ നമ്മൾ കാക്കണം ആന. ഇപ്പോൾ ഉള്ള പുതിയ ആനക്കാർക്ക്
പുതിയ തലമുറയിൽ വരുന്ന ആനക്കാരോട് പറയാനായിട്ട് ഇത്ര സീനിയർ ആ നിലയ്ക്ക് ഒരു നല്ല 2-3 കാര്യങ്ങൾ പറഞ്ഞുതരും? ഒരു കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല, എന്നാലും 2-3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആനകളെ വഴിയടിക്കണില്ല. എന്താ വഴിയടിക്കാത്ത വെച്ചാൽ ഇപ്പോൾ പൂരം 2 പൂരം നടത്താൻ പറ്റിച്ചാൽ 2 പൂരം നടത്താം. പക്ഷെ പൈസ കൂടുതൽ കിട്ടുമല്ലേ. അന്നത്തെ കാലത്തെ പറഞ്ഞാൽ 25-30 കിലോമീറ്റർ വഴി നടന്നിട്ടാണ് ഒരു പൂരം നടത്തുക. ആ പൂരം ഭംഗിയായി ആനകൾ പോയ 4-5 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ പോയി ആനകൾക്ക് റെസ്റ്റ് കിട്ടും. 2 പട്ട എപ്പോഴും കൊമ്പത്തുണ്ടാവും. ആ പട്ട അവിടെ ഇട്ടിട്ട് ആനകൾ കാഞ്ഞിട്ടില്ലെങ്കിൽ വെള്ളം കൊടുത്തിട്ട് അവിടെ മാറ്റി നിർത്തും. എന്നിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വെള്ളം കൊടുത്തിട്ട് പട്ടയിട്ട് കൊടുക്കും. ആ കൊണ്ടുപോയി നിർത്തിയ വഴി വെള്ളം കൊടുക്കില്ല, പട്ടയിട്ട് കൊടുക്കില്ല. കാഞ്ഞ സമയമാണെങ്കിൽ ഉള്ളു തണുത്തേ കൊടുക്കും. അപ്പോൾ അവിടുന്ന് വെള്ളം കൊടുക്കൽ കഴിഞ്ഞാൽ ആ തീയും കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചോ വിശ്രമിച്ച് അവിടുന്ന് ഒരു 3 മണിക്ക് 3-3:30 വിടും. മുമ്പ് പോകുമ്പോൾ ഒരാളെ വിടും. ആനമ്പിൽ 3 ആളുണ്ടാവും. മുമ്പ് പോകുമ്പോൾ ഒരാളെ വിട്ടിട്ട് വൈകുന്നേരം ഇന്ന സ്ഥലത്താണ് നിർത്തുക എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഒരു ധാരണ കാണും. അവിടെ പരിസരത്ത് പോയിട്ട് അവരൊരു 5-6 പട്ട വെട്ടി വയ്ക്കും. അത് 2 പട്ട എടുത്ത് വയ്ക്കും. പോകുമ്പോൾ കൊമ്പത്ത് വെച്ച് പോയി ചായ കുടിക്കാനോ എവിടെയെങ്കിലും ഒന്ന് മൂത്രം ഒഴിക്കാൻ നിർത്താനോ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിലൊക്കെ 2 പട്ട ആൻ്റെ കൊമ്പത്ത് എപ്പോഴും ഉണ്ടാവും. ഒരു വിശ്രമം കിട്ടുകയാണവർക്ക്. നമുക്കൊരു ചായ കുടിക്കാൻ നിൽക്കുമ്പോൾ ഒരു 2 മിനിറ്റ് വിശ്രമം കിട്ടില്ല. കാലും കൈയും ചൂടാറില്ല. അപ്പോൾ ചങ്ങലയൊക്കെ നിളക്കിയിടുക, പുറത്ത് മുകളിലത്തെ ചങ്ങലയിൽ നിളക്കിയിടുക, മുകളിലിരിക്കുന്നവനൊന്ന് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. അതിനൊക്കെ ഒരു സൗകര്യങ്ങൾ ചെയ്യാം. അന്ന് ആനകൾക്ക് കേടില്ല. പിന്നെ മിക്കവാറും കഴുകാനുള്ള തോടോ പുഴയൊക്കെ എവിടെയും ഉണ്ടാവും. അന്ന് ആനകളെന്ന് മിക്കവാറും കഴുകും. ഇനി മുഴുവൻ കഴുകാൻ പറ്റിയില്ലെങ്കിൽ ആനകളെന്ന് 2 പുറം ഇരുത്തിയിട്ട് ചങ്കുറ്റി അടിക്കുവാറും നാടകമരമൊക്കെ ഒന്ന് കല്ലിനോ ചകരിക്കോ ഒന്ന് മോറും. അങ്ങനെ ഒരു കാലഘട്ടമാണ്. ഇന്ന് അതല്ല. ഒന്നാമത് കിടത്തി കഴുകാൻ സൗകര്യമില്ല. രണ്ടാമത് അതുണ്ടെങ്കിലും എന്നുള്ള ആനക്കാർക്ക് ഞാൻ തൊഴിൽക്കാരനോ പറഞ്ഞ കാര്യമില്ല. ആർക്കും അത് ഇഷ്ടമില്ല. കയ്യിൻ്റെ ഷർട്ട് ഇവിടുന്ന് ഊരില്ല, ഇതുവരെ കിടക്കുന്നുണ്ടാവും. പിന്നെ ആരെങ്കിലും കണ്ടവർ സിഗരറ്റ് കൊമ്പത്തുണ്ടാവും. അപ്പോൾ കഴുകൽ വളരെ കുറവാണെന്ന് ആനകൾ നടത്തലില്ല. പിന്നെ അതിനെ ഇറക്കിയ വഴിയെ വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ വാടിയ പട്ട കൊടുക്കുക. അത് അങ്ങനെയുള്ളതാണ് ആനകൾക്ക് കൂടുതൽ അസുഖങ്ങൾ വരുന്നത്. അന്നത്തെ കാലം നടക്കാത്ത ഒരു 25 കിലോമീറ്റർ വഴി കിടക്കാത്ത ഒരു കാലമില്ല. 2013 വരെ ഞാൻ 25-30 കിലോമീറ്റർ വഴി കിടന്ന് പരിപാടി നടത്തിയിട്ടുണ്ട്. ഒരു കേടും ആനകൾക്ക് ഉണ്ടാവില്ല, ആനക്കാർക്കും ഇല്ല. ഇന്നിപ്പോൾ ഇവിടുന്ന് എന്താ അവർക്ക് പറയാം, പുല്ലൂർക്ക് വേണമെങ്കിൽ വണ്ടി കിട്ടുമെന്ന് നോക്കുക ആൾക്കാർ. കേട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആനയ്ക്ക് വണ്ടി ഉണ്ടെങ്കിൽ ആന പോവാം, അല്ലെങ്കിൽ ആന പോവില്ല എന്ന് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ആനകൾക്ക് കൂടുതലും ഈ വണ്ടിയിൽ മേപ്പിട്ട് എയർ വലിച്ചിട്ട് പോവുകയല്ലേ ആനകൾ. നമ്മൾ ബസ്സിൽ നിന്നാലെന്താ? അതെ. പിന്നെ മുഴുവനും ഇപ്പോൾ തറയായി സിമെൻറ്റ്, അടിയിൽ സിമെൻറ്റും കോൺക്രീറ്റായി, മുകളിൽ സീറ്റുമായി. ഇവിടെയും ചൂടാ അവിടെയും ചൂടാ. വേനൽക്കാലത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയും ചൂടാ അവിടെയും ചൂടാ. ഈ കോൺക്രീറ്റ് ചെയ്തിട്ട് നല്ല ചൂടായി അങ്ങോട്ട് പഴുക്കില്ലേ, ആനുള്ള അടി മുഴുവൻ പഴുക്കല്ലേ. പിന്നെ കയ്യും കാലും അവർ അരം കൊണ്ടു കിടക്കാൻ പറ്റുമെങ്കിൽ അത് കൊണ്ടു കിടക്കും. നഖം മിന്നണം. ഈ നഖം ചെത്തും തോറും ആനകൾക്ക് ഇവിടെ കനം കുറയുമ്പോൾ ചോര പൊട്ടുകയാണ്. അതൊക്കെ വലിയ അപകടങ്ങളാണ്. അത് ഉടമസ്ഥന്മാരും കുറേ ചിന്തിക്കണമെന്ന് ചിന്തിക്കില്ല. അത് വളരെ ദുർലഭേ പഴയ ആനക്കാരെയാണ് കയ്യും കാലും കേടുവരുത്താതെ കൊണ്ടുവരത്തുള്ളൂ. നീര് കെട്ടിയ ആനകൾക്ക് ഒരു മരുന്നും പുരട്ടാൻ പറ്റിയില്ലെങ്കിലും ശരി, മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് നല്ല ചെറിയ കല്ലുപ്പിട്ട് ചെറിയ ചൂടോട് കൂടെ ആനയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചെന്ന് ചങ്ങല ഇളക്കാൻ ചിലപ്പോൾ പറ്റിയെന്നൊന്നും വരില്ല. പറ്റുന്നുണ്ടെങ്കിൽ ചങ്ങലയൊക്കെ ഒന്ന് ഇളക്കിയിടാം. അപ്പോൾ എന്താ വെച്ചാൽ ആ അണുക്കളുണ്ടാവില്ല ആൻ്റെ അമരത്ത് നടയുമ്പോഴൊന്നും. ചില ആനകൾക്ക് ഇപ്പോൾ വെള്ളം ഒഴിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധ വെച്ചാൽ. പിന്നെ ചോറ് കൊടുക്കുകയാണെങ്കിൽ ദഹനപ്പൊടി മാസത്തിൽ 2 തവണ കൊടുക്കുക. അപ്പോൾ മണ്ണങ്ങി അതോ വയറ്റിൽപ്പെട്ടാലും അത് നിഷ്ഫലമായി പോയിക്കോളും. അങ്ങനെയുള്ളതൊക്കെയാണ്. അതൊന്നും ഇപ്പോൾ ആരെന്ന് പറഞ്ഞാൽ പറയുന്ന കുറ്റക്കാരനാവും. ഇപ്പോൾ ഒരു ആനക്കാരൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ പാൽഷേട്ടൻ ഇടയ്ക്കായിട്ട് നീലകണ്ഠനെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഭംഗിയിൽ കൊണ്ടുനടക്കാൻ. പൂട്ട് തുടങ്ങും തോന്നുന്നു. അത് ഇവിടുത്തെ 2-ാം തീയതി കഴിഞ്ഞാൽ പുറത്തു പോകും. അമ്പലത്തില് പരിപാടി കഴിഞ്ഞാൽ പുറത്തു പോകും. കുറേശ്ശെ മാറ്റി നല്ലൊരു സീസൺ. തിരുമേനിക്ക് നന്നായിട്ട് വരാനുള്ള ഒരു ദൈവം സഹായിച്ചു കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വരാതെ പുതിയൊരാളല്ലേ.